സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? സന്തോഷകരമായ കാഴ്ചകൾ കാണുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നാം ആഗ്രഹം പ്രകടിപ്പിക്കാറില്ലേ? എന്നാൽ കഴിഞ്ഞ ദിവസം എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത പ്രദേശമായ വളഞ്ഞവഴി ജംഗ്ഷനിൽ ഇൻഫോർ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. എന്താണ് ഉസ്താദിനെ ഇത്രത്തോളം സന്തോഷിപ്പിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് സെലിബ്രിറ്റികളൊന്നുമല്ല. അതിന് ഇത്രത്തോളം സന്തോഷിക്കാനുണ്ടോ? ഉണ്ടെന്നേ. കാരണം അതിൻ്റെ സെലിബ്രിറ്റികളായി മാറിയത് രണ്ട് ഉമ്മമാരായിരുന്നു. എൻ്റെ മാമയുടെയും മാമിയുടെയും സംരംഭമാണ് ഇൻഫോർ ഡിസൈൻസ്. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അവർ രണ്ടുപേരുടെയും ഉമ്മമാരായിരുന്നു. അത് വളരെയേറെ സന്തോഷമുള്ള കാര്യമല്ലേ? ഉമ്മമാർക്ക് കൊടുക്കേണ്ട പരിഗണന ഇന്നത്തെ സമൂഹം തള്ളിക്കളയുമ്പോൾ ഉമ്മമാരെ ചേർത്തു പിടിച്ച് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കടന്നു പോകാമെന്ന് ഈ സംരംഭത്തിൽ ഇവർ തിരിച്ചറിഞ്ഞെങ്കിൽ ഇതുപോലെ തിരിച്ചറിയാൻ നമ്മളെക്കൊണ്ടും സാധിക്കില്ലേ? ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകളായിരിക്കും നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കുക. അല്ലാതെ സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. സെലിബ്രിറ്റികളൊക്കെ കടന്നു വരുമ്പോഴുള്ള കാര്യം, നമ്മളുടെ കടയിലേക്ക് ആളുകൾ ഒരുപക്ഷെ തടിച്ചുകൂടും, കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ പോവും. പിന്നീട് എപ്പോഴും ആളുകൾ വരണമെന്നല്ലേ നാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തുടക്കം കുറിക്കുന്ന കരങ്ങൾ നല്ല കരങ്ങളായിരിക്കണം. 5 നേരവും പടച്ചവൻ്റെ മുമ്പിൽ ഉയർത്തുന്ന കരങ്ങൾ നമ്മളുടെ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടേതുമായിരിക്കും. അവരെ ചേർത്തു പിടിക്കാൻ നാം ശ്രദ്ധ കാണിക്കണം. അതുകൊണ്ട് ഈ ഇനോഗ്രേറ്റ് പരിപാടി എന്നെ സന്തോഷിപ്പിച്ചത് അവർ രണ്ടുപേരും അവരുടെ ഉമ്മമാർക്ക് കൊടുത്ത പ്രാധാന്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ സംരംഭങ്ങളുടെ ഉയർച്ചയ്ക്കായി നിങ്ങളൊക്കെയും സഹകരിക്കുക. മറ്റുള്ളവരിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇനിയും അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.